നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ വിജയ പരാജയങ്ങളെയും ഗതിവിഗതികളെയും ഒക്കെ നിശ്ചയിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ഭയത്തെയും ധൈര്യത്തെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷിൽ പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട്, ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്നാണ്. എന്ന് വെച്ചാൽ ധീരന്മാരെ ഭാഗ്യം ആകർഷിക്കുന്നു അഥവാ കടാക്ഷിക്കുന്നു എന്നുള്ളതാണ്. 1908 പുറത്തിറങ്ങിയ ഒരു ഫ്രഞ്ച് ചലച്ചിത്രത്തിൻ്റെ പേരും ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ് എന്നായിരുന്നു. എന്ന് വെച്ചാൽ ഭയമില്ലാതെ കോൺഫിഡൻസോടുകൂടി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നവനെ മാത്രമേ ഭാഗ്യം പോലും പിന്തുണയ്ക്കൂ എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏതൊരു വ്യക്തിയായിരുന്നാലും, ഏതൊരു കമ്മ്യൂണിറ്റി ആയിരുന്നാലും, ഏതൊരു രാജ്യമായിരുന്നാലും ശരി, അവരുടെ കോൺഫിഡൻസ് ഹൈ ആയിരുന്നുവെങ്കിൽ ഭാഗ്യം പോലും അവരെ തുണച്ചിരുന്നു. അവർ എന്നും വിജയത്തിലേക്കായിരുന്നു പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നവരുടെ കൂടെ ഭാഗ്യം അസിസ്റ്റൻ്റായി നിൽക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റ് ഏത് സ്കില്ലുകളെയും പോലെ തന്നെ ഇതും ഒരു സ്കില്ലാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റേതൊരു സ്കില്ലും വികസിപ്പിച്ചെടുക്കുന്നത് പോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന, ആത്മവിശ്വാസം എന്ന് പറയുന്ന ഈ സ്കില്ലും നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് കോൺഫിഡൻസ് എന്ന് പറയുന്ന സ്കില്ല് ഏതൊക്കെ വിധത്തിൽ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ്. നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡൻസ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒറ്റ വാക്കിൽ നിർവചിക്കുകയാണെങ്കിൽ പറയുന്നത് നിങ്ങളുടെ ബിലീഫ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ മെച്ചപ്പെടുത്തിയെടുത്താൽ, മാറ്റിയെടുത്താൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ഹൈ ആക്കാൻ പറ്റും എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ ബിലീഫ് സിസ്റ്റം നമ്മളിൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരുപാട് വർഷത്തെ കണ്ടീഷനിങ്ങിലൂടെയാണ് നമ്മളിൽ ഒരു പ്രത്യേക ബിലീഫ് സിസ്റ്റം രൂപപ്പെട്ടു വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതന്നെ ആവശ്യമില്ലാത്ത ബിലീഫ് സിസ്റ്റങ്ങളെയൊക്കെ മാറ്റി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആക്കുന്നത് എങ്ങനെയെന്നാണ് ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് പ്രധാനമായും 7 മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസസ്, അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ ഇത്രയും കാലത്തിനിടയിലുള്ള ജീവിത സാഹചര്യങ്ങളാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസുകളാണ് നിങ്ങളുടെ ബിലീവ് സിസ്റ്റത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ പഴയ ജീവിത അനുഭവങ്ങളെ മാറ്റി പുതിയ ജീവിത അനുഭവങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നൊരു ട്രിക്കുണ്ട്. അങ്ങനെ പുതിയ നല്ല കാര്യങ്ങൾ ബോധപൂർവം ഇമോഷണലായി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം മെല്ലെ മെല്ലെ മാറി വരാൻ തുടങ്ങും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നായാലും, സ്കൂളിൽ പഠിക്കുന്ന സമയത്തായാലും, നിങ്ങളുടെ സഹപാഠികളിൽ നിന്ന്, നിങ്ങളുടെ അധ്യാപകരിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബാംഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അവഗണനയും കളിയാക്കലുകളുമൊക്കെ മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലെ ബിലീഫ് സിസ്റ്റം എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ ശരിയല്ല, എന്നെ കൊണ്ടൊന്നിനും സാധിക്കുകയില്ല എന്നുള്ള ബിലീഫ് സിസ്റ്റം ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ സ്വാഭാവികമായും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഈ ബിലീഫ് സിസ്റ്റം സ്വാഭാവികമായിട്ടും തുടർന്ന് നിങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ ബാധിച്ചിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്താ വെച്ചാൽ, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ നല്ലവനാണ്, എന്നെ കൊണ്ട് എന്തും സാധിക്കും എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം മാറ്റുന്നതിന് വേണ്ടി സ്വയം മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അത് അത്ര എളുപ്പമല്ല. അത് സ്ഥിരമായി ഞാൻ കഴിവുള്ളവനാണ്, എനിക്ക് അസാധ്യമായ ഒന്നുമില്ല, ഞാൻ വിചാരിച്ചാൽ എന്തു സാധിക്കും, ഞാൻ ജീവിതത്തിൽ വിജയിച്ചവനാണ് എന്ന്
മനഃപൂർവ്വം ബോധപൂർവം മനസ്സിലും ഉരുവിട്ടുകൊണ്ടേയിരിക്കുക നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ. അങ്ങനെ നിരന്തരമായി നമ്മളതൊരു അഫർമേഷൻ പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ ഉപബോധ മനസ്സ് അത് ഏറ്റെടുക്കുകയും നമ്മളിൽ കോൺഫിഡൻസ് ലെവൽ ഉയരുകയും ചെയ്യും. അതുപോലെ മറ്റൊരു കാര്യം ഇതുമായി തന്നെ ബന്ധപ്പെട്ട്, നിങ്ങളെ സ്ഥിരമായി കളിയാക്കുകയും നിങ്ങൾക്ക് വില തരാതിരിക്കുകയും നിങ്ങളെ അവഗണിക്കുകയും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും മാത്രം ചെയ്യുന്ന ആളുകളിൽ നിന്ന് വളരെ ബോധപൂർവം അകന്നു നിൽക്കുക എന്നുള്ളതാണ്. അത്തരം ആളുകളെ നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമേ ഇല്ല എന്ന് ആദ്യം തന്നെ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുക. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി നമ്മളുടെ ചുറ്റുപാടുകളെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായി തന്നെ പറഞ്ഞാൽ, നമ്മളെ സ്ഥിരമായി കളിയാക്കുകയും നമ്മളെ അവഗണിക്കുകയും നമ്മളെ ആവശ്യമില്ലാത്തവർ തോന്നുന്ന ആളുകളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് നിങ്ങളുടെ സൗഹൃദങ്ങൾ അഥവാ ചുറ്റിനുമുള്ളവർ ഏത് തരക്കാരാണോ ആ സ്വഭാവത്തിലേക്ക് ആ തരത്തിലേക്ക് നിങ്ങളും മെല്ലെ മെല്ലെ മാറും എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ സൗഹൃദ വലയത്തിലെ 4 ആളുകൾ സക്സസ്ഫുൾ പേഴ്സൺസ് ആണെങ്കിൽ 5ാമത്തെ സക്സസ്ഫുൾ പേഴ്സണായി നിങ്ങൾ മാറിത്തീരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരെ മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ 4 പരാജിതരാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ എത്ര നല്ല വിജയത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ 5ാമത്തെ പരാജിതനായി ആ കൂടത്തിൽ പെട്ടുപോകും എന്ന് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾക്ക് തരുന്ന ഇൻപുട്ട് എന്താണോ അതുപോലെ തന്നെ നിങ്ങൾ അതായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകൾ ആരായിരിക്കണമെന്നും എത്രക്കാരായിരിക്കണമെന്നും നിങ്ങൾ നന്നായി ഡിസൈൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾ തരുന്ന ഇൻപുട്ട് അല്ലെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെയും നമ്മുടെ വളർച്ചയും ബാധിക്കുമെന്നുള്ളതിന് 1-2 ചെറിയ ഉദാഹരണം ഞങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ഒരു നല്ല സക്സസ്ഫുള്ളായ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളരുന്ന കുട്ടിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ആ കുട്ടി പോലും അറിയാതെ ആ കുട്ടിയിലേക്ക് വളർന്നു വരും എന്നുള്ളതാണ്. എന്നാൽ മറുവശത്ത് എപ്പോഴും ദാരിദ്ര്യത്തെ മാത്രം പഴിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ വളരുന്ന കുട്ടി മിക്കവാറും ഒരു 90% ഭൂരിഭാഗവും വളരുമ്പോൾ അതേ ദാരിദ്ര്യത്തിലും അതേ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കും അവനിലേക്ക് കടന്നു വരിക എന്നുള്ളതുണ്ട്. മറ്റൊന്ന് പറഞ്ഞാൽ, നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടികൾ ഭൂരിഭാഗവും വളർന്നു വരുമ്പോൾ അവരും പഠിച്ച് ഗവൺമെൻറ് സർവീസിൽ തന്നെ ജോലിക്ക് ചേരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ചുറ്റിലും പരിശോധിച്ച് നോക്കിക്കോളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഇടപെടുന്ന ആളുകൾ എത്രക്കാരായിരിക്കണമെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അറിവ് നേടുക എന്നുള്ളതാണ്. പുതിയ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുക. അറിവ് നേടുന്നതിലൂടെ ലഭിക്കുന്ന അത്ര കോൺഫിഡൻസ് മറ്റൊന്നിലൂടെയും നമുക്ക് ലഭിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എത്രത്തോളം അറിവുകൾ സമ്പാദിക്കുന്നു, അതിപ്പോൾ പുതിയ കോഴ്സുകൾ പഠിച്ചുകൊണ്ടാവാം, വായനയിലൂടെ ആവാം, എങ്ങനെയായാലും എത്രത്തോളം അറിവുകൾ സമ്പാദിക്കുന്നോ അതനുസരിച്ച് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയി മാറുന്നു എന്നുള്ളതാണ്. നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആക്കുന്നതിനുള്ള 4ാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങൾക്ക് പ്രചോദനം തരുന്ന നല്ല വ്യക്തികളെ, റോൾ മോഡൽ ആളുകളെ കണ്ടെത്തുക എന്നുള്ളത്. അത്തരത്തിൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ മാതൃകയാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരെ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അവരെ മാതൃകയാക്കി അവരെ പറ്റി പഠിച്ച് മനസ്സിലാക്കി അവർ ജീവിതത്തിൽ വിജയിക്കാൻ ഉപയോഗിച്ച കാര്യങ്ങളെപ്പറ്റി തിരിച്ചറിഞ്ഞ് അതിനെ മാതൃകയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവരിലൂടെ നിങ്ങൾക്ക് ഒരു പുതിയ മോട്ടിവേഷൻ ലഭിക്കുകയും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയരുകയും ചെയ്യും. അങ്ങനെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും നിങ്ങൾ വാല്യൂ കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ്. അതിപ്പോൾ ആരുമാവാം കേട്ടോ, നിങ്ങളുടെ ഗുരുവാവാം, നല്ല ആദർശം വെച്ച് പുലർത്തുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആവാം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ധനികരായ മെച്ചപ്പെട്ട ബിസിനസ്സുകാരാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സെലിബ്രിറ്റീസ് ആവാം, ആരുമാവാം. അവരെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ബിലീഫ് സിസ്റ്റം
അവരുടെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ ഉള്ളിൽ വളരുകയും അതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇരട്ടിയാവുകയും ചെയ്യും. അഞ്ചാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്തിനും ഏതിനും എളുപ്പം വഴികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒട്ടനവധി വഴികളുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത്, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക, എളുപ്പമുള്ള വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള വഴി നിങ്ങൾ വളരെ ബോധപൂർവം എളുപ്പമുള്ള വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും വളരെ വിവേകപൂർവം നിങ്ങൾ മറുപടി കൊടുക്കുകയും തെരഞ്ഞെടുപ്പ് നിങ്ങളുടേത് മാത്രമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ വിവേകപൂർവം സ്വയം തീരുമാനമെടുത്ത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ മെല്ലെ ഉയരാൻ തുടങ്ങും. ഇനി ആറാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം ആക്ട് ആസിഫ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അത് ഇപ്പോൾ തന്നെ ആയതുപോലെ ഭാവിച്ച് പെരുമാറുക എന്നുള്ളതാണ്. ആ ഫീലിങ്സ് നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കുക എന്നതാണ്. അത് ഓൾറെഡി നിങ്ങൾ ആയിത്തീർന്നതായി ഭാവിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു വലിയ മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ആ മോട്ടിവേഷൻ സ്പീക്കർ ആയിത്തീർന്നതായി സക്സസ്ഫുള്ളായ ഒരു വ്യക്തിയായി ഭാവിച്ച് അവർ പെരുമാറുന്നത് പോലെ ഒരു അടച്ചിട്ട റൂമിൽ, അല്ലെങ്കിൽ ഒരു കണ്ണാടിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ഒരു വലിയ വിജനമായ സ്ഥലത്ത് വളരെ ഉച്ചത്തിൽ മോട്ടിവേഷൻ സ്പീക്കർമാർ സംസാരിക്കുന്നത് പോലെ പറഞ്ഞ് ശീലിച്ച് അത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ബിസിനസ്സുകാരനാണ് ആകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു വിജയിച്ച ബിസിനസ്സുകാരൻ എങ്ങനെയാണ് ആളുകളെ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്, ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അതേപോലെ നമ്മൾ ഇപ്പോൾ തന്നെ ആളുകളോട് പെരുമാറി ശീലിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തീർന്നതായി ഞാൻ ഈ പറഞ്ഞ വിധത്തിലൊക്കെ ഭാവിച്ച് പെരുമാറുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് കോപ്പി ചെയ്യുകയും നിങ്ങളുടെ തലച്ചോറ് അതനുസരിച്ച് നിങ്ങളെ അത് ആക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നടത്തും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റം വരും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഏഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സ്റ്റോപ്പ് കമ്പാരിസൺ എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതേ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നിങ്ങളെക്കാൾ കൂടുതലായി മെച്ചപ്പെട്ട ആളുകളുമായി നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ കമ്പയർ ചെയ്യുകയോ അവരെ കാണുമ്പോൾ അസൂയ തോന്നുകയോ നിരാശപ്പെടുകയോ ചെയ്യുകയേ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് കുറയും എന്നുള്ളതാണ്. മറിച്ച് നിങ്ങൾ അവരെ അംഗീകരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവരുടെ നല്ല വശങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ ആളുകൾക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ദയവ് ചെയ്ത് അത് കമൻറ്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ എന്ത് കമൻ്റ് ആണെങ്കിൽ പോലും ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കുറിക്കുക എന്നുള്ളതാണ്. ഇത് മറ്റുള്ള ആളുകൾ കൂടി പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഇതിലുണ്ടെന്ന് തോന്നിയാൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.